ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റവ കൊണ്ടുള്ള ഒരു കുഞ്ഞി പഞ്ഞിയപ്പമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാനും പറ്റും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാം. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഫ്രഷായിട്ട് ചിരകിയ തേങ്ങ ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് വൈറ്റ് അവലാണ് എടുത്തിട്ടുള്ളത്. അവലെടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് പുതിയ ഈസ്റ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊങ്ങിക്കിട്ടും. പിന്നെ ഇതിലേക്ക് സാധാരണ പച്ചവെള്ളമാണ് എടുക്കുന്നത്. 1/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പ് റവ എടുക്കുമ്പോൾ നമ്മൾ 1/4 കപ്പ് വെള്ളത്തിൽ എനിക്കിത് നന്നായിട്ട് പേസ്റ്റ് മാതിരി അരച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ ബാറ്ററിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തലേദിവസം രാത്രിയൊക്കെ നമ്മൾ അരിയൊക്കെ കുതിർക്കാനിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റവ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു റവ കൊണ്ടുള്ള കുഞ്ഞി പഞ്ഞിയപ്പമാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല പേസ്റ്റ് പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമ്മളെടുക്കുന്ന ഈസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഇത് മാവൊന്ന് പൊങ്ങി വരുന്നതിൻ്റെ സമയം എടുക്കുന്നത് കേട്ടോ. പുതിയ ഈസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ അതെ, എനിക്കൊരു 20 മിനിറ്റ് കൊണ്ട് ഇത് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടോ, നല്ല പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിലുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തത് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇനി ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഉപ്പൊക്കെ എനിക്ക് കറക്റ്റ് പാകമാണ്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലാണ് ചുട്ടെടുക്കുന്നത്. കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ കുറഞ്ഞ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വെളിച്ചെണ്ണയോ കൊണ്ട് നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം മുതൽ ഇത് അവസാനം വരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ഉണ്ണിയപ്പച്ചട്ടിയുടെ കുഴിയിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ്ട. ഒരു പകുതി അല്ലെങ്കിൽ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഈസ്റ്റ് ചേർത്ത അപ്പം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് പൊങ്ങി വരും. അപ്പോൾ പൊങ്ങി വരുന്ന സമയത്ത് ഈ കുഴികളിൽ കൂടി മുകളിലേക്ക് കവർ ചെയ്ത് എല്ലാം പാടും ഒട്ടിപ്പിടിക്കും. അങ്ങനെ വരാതിരിക്കാൻ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഹോളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞി പഞ്ഞിയപ്പം ഇവിടെ റെഡിയായി കിട്ടും. ഇപ്പോൾ 2 മിനിറ്റ് അടച്ചു വെച്ചപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞി പഞ്ഞിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ അതാ ഞാൻ ആദ്യത്തെ ട്രിപ്പ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഈ കുഞ്ഞി പഞ്ഞിയപ്പം നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത് വരുന്ന ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല അടിപൊളി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി.